അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. നിശബ്ദവും ശാന്തമായ ഒരു അന്തരീക്ഷം മെഡിറ്റേഷന് വേണ്ടി കണ്ടുപിടിക്കുക. വീടിനുള്ളിലോ ജോലിസ്ഥലത്തോ ഉദ്യാനത്തിലോ എവിടെയും ആകാം. അതുപോലെ കസേരയിൽ ഇരുന്നു കൊണ്ടോ നിലത്ത് ചമ്രം പടഞ്ഞിരുന്നു കൊണ്ടോ കിടന്നോ ഈ മെഡിറ്റേഷൻ ചെയ്യാം. എവിടെയാണെങ്കിലും ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ റിലാക്സ് ചെയ്തിരിക്കുക. കൈകൾ മുട്ടിനുമേൽ മലർത്തിയോ കമഴ്ത്തിയോ വെക്കാം. നട്ടെല്ല് നിവർന്നിരിക്കണം. ഇനി കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിൽ ഏതാനും തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഓരോ പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ വൈറ്റൽ ഫോഴ്സ് എനർജി വെളുത്ത പ്രകാശത്തിൽ എല്ലാവിധ ദൈവീയ അനുഗ്രഹങ്ങളോടും കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുവെന്നും ശരീരവും മനസ്സും മുഴുവൻ നിറയുന്നതായും സങ്കല്പിക്കുക. ഓരോ ഉച്ഛ്വാസവായിലൂടെയും ശരീരത്തിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധമായ ഊർജം ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് കടന്നു പോകുന്നതായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഭാവനയിലൂടെ കാണുക. കുറഞ്ഞത് 7 പ്രാവശ്യമെങ്കിലും ഇപ്രകാരം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇത്രയും ചെയ്യുന്നതിന് ശുചീകരണ ശ്വാസോച്ഛ്വാസം എന്ന് പറയും. ഈ ശുചീകരണ ശ്വാസോച്ഛ്വാസത്തിലൂടെ ടെൻഷൻ മാറി നല്ല റിലാക്സേഷൻ അനുഭവപ്പെടും. സാവകാശം മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വീഴും. അടുത്തതായി സോളാർ പ്ലക്സ് ചക്രത്തിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുക. അവിടെ നിന്നും ഉദയസൂര്യൻ്റെ രൂപത്തിൽ ഒരു വെളുത്ത പ്രകാശഗോളം അത്യുജ്വല പ്രകാശമായി തെളിഞ്ഞു വരുന്നതായും അപ്രകാരം ക്രമേണ ആ പ്രകാശം വലുതായി വലുതായി നിങ്ങളുടെ ശരീരം മുഴുവൻ നിറഞ്ഞ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഓരോ കോശങ്ങളെയും സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായി മനസ്സിൽ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. ശക്തിമത്തായ ആ പ്രകാശം വീണ്ടും നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായും മനസ്സിൽ ദർശിക്കുക. നിങ്ങളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകാശ ചൈതന്യമാണ് നിങ്ങളിലെ ആത്മീയ വെളിച്ചം, അല്ലെങ്കിൽ ഡിവൈൻ സ്പാർക്ക്. ഈ പ്രകാശമാകുന്ന ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന നേരിയ ചൂടിലൂടെ കടന്നു വരുന്ന പരിശുദ്ധ സ്നേഹവും കുളിർമയും സമാധാനവും ശാന്തതയും ഏതാനും നിമിഷം അനുഭവിച്ചറിയുക, ആസ്വദിക്കുക. അതിനുവേണ്ടി ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് കളയുമ്പോഴുള്ള ഇടവേളകളിലാണ് ഈശ്വരൻ്റെ ഈ സ്നേഹപ്രവാഹം നമുക്ക് ശരിക്കും അനുഭവവേദ്യമാകുന്നത്. ഈ സമയത്തെയാണ് നിർവൃതി അല്ലെങ്കിൽ ബ്ലിസ് എന്ന് പറയുന്നത്. ഈ നിമിഷത്തിൽ ലയിച്ചിരിക്കുക, ശരിക്കും ലയിച്ചുകൊണ്ടിരിക്കുക കുറച്ച് സമയത്തേക്ക്. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രത്തിലേക്ക് എത്തട്ടെ. അവിടെ ഒരു ചുവന്ന പ്രകാശഗോളം തെളിഞ്ഞു വരട്ടെ. ആ പ്രകാശഗോളത്തിൽ ഒരു ചെറിയ ഫാനിൻ്റെ ബ്ലേഡുകൾ അഥവാ ഇതളുകൾ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും സാവകാശം കറങ്ങുന്നതായി സങ്കല്പിക്കുക. അതിൽ നിന്നും പ്രസരിക്കുന്ന ചുവന്ന പ്രകാശം റൂബി റെഡ് നിറത്തിൻ്റെ ഷെയ്ഡിൽ ദർശിക്കുക. ഇതാണ് നിങ്ങളുടെ മൂലാധാര ചക്രം. ഈ ഊർജ കേന്ദ്രമാണ് നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അതായത് ധനം, സമ്പത്ത്, ബിസിനസ്, ജോലി സുരക്ഷിതത്വം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചക്രം. തന്മൂലം മനസ്സുകൊണ്ട് ഈ മൂലാധാര ചക്രത്തെ വീക്ഷിക്കുക. അതിനുള്ളിലോ ചുറ്റിനുമോ ദളങ്ങളിലോ ഏതെങ്കിലും കറുത്ത പാടുകളോ കറുത്ത നിറമോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അമിതമായ ഭയാശങ്കകളും വേവലാതികളും ആകുലതകളും നിരാശകളും കുറ്റബോധങ്ങളും അടിഞ്ഞുകൂടുന്നത് വഴിയാണ് ഈ ചക്രത്തിന് ഇപ്രകാരം മങ്ങലേൽക്കുന്നത്. തന്മൂലം ഈ വക ചിന്തകൾ മൂലാധാര ചക്രത്തിൽ നിന്നും മനസ്സുകൊണ്ട് നീക്കം ചെയ്ത് മൂലാധാര ചക്രത്തെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതായി കാണുക. ഈ വക ചിന്തകൾ സ്വാഭാവികമാണെന്നറിയുക. അവയെ വിശകലനം ചെയ്യാതിരിക്കുക. പകരം ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ നിത്യപ്രകാശമാകുന്ന പരിശുദ്ധാത്മാവിനോട് ഇപ്രകാരം മനസ്സുകൊണ്ട് പറയുക:
എൻ്റെ മൂലാധാര ചക്രത്തിലെ എല്ലാ മാലിന്യങ്ങളെയും കറുപ്പിനെയും കഴുകി പവിത്രീകരിക്കുക. ഭയാശങ്കകളാലും ആകുലതകളാലും ധനം, സമ്പത്ത്, സുരക്ഷിതത്വം എന്നിവയിൽ നിന്നും എൻ്റെ മനസ്സ് രൂപപ്പെടുത്തിയ ആശങ്കകളെയും ആകുലതകളെയും എൻ്റെ ഉള്ളിലുള്ള ദിവ്യപ്രകാശത്തിൽ ലയിച്ച് ഇല്ലാതാകട്ടെ. എനിക്കറിയാം ഞാൻ എല്ലാവിധത്തിലും സുരക്ഷിതനാണെന്ന്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഓരോ നിമിഷവും നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. വീണ്ടും ആഴത്തിൽ ശ്വസിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ പൊക്കിളിന് 2 ഇഞ്ച് താഴെയുള്ള സ്വാധിഷ്ഠാന ചക്രത്തിൽ കേന്ദ്രീകരിക്കുക. അതിൽ ഒരു ഓറഞ്ച് പ്രകാശവലയവും അതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഫാനിൻ്റെ ഇതളുകളും ദർശിക്കുക. ഇവിടെ നിങ്ങളുടെ വിശപ്പും ദാഹവും സെക്സും മോഹങ്ങളും മോഹഭംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നുമുള്ള ഭയാശങ്കകൾ സൃഷ്ടിച്ച കറുത്ത നിറത്തിലുള്ള ഊർജമുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവയെല്ലാം ഞാൻ ഈ പരിശുദ്ധരൂപിയുടെ ദിവ്യപ്രകാശത്തിൽ ലയിപ്പിച്ച് എൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു എന്ന് ഉരുവിടുക. വീണ്ടും ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. എന്നിട്ട് ഇപ്രകാരം മനസ്സിൽ പറയുക: എന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന നിലയ്ക്കാത്ത സ്നേഹപ്രവാഹത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഞാൻ ബാലൻസ് ചെയ്യുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ശ്വാസം ആഴത്തിലെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഉദരഭാഗത്ത് പൊക്കിളിന് 2 ഇഞ്ച് മുകളിലായുള്ള സൗരനാഡീ കേന്ദ്രത്തിൽ അഥവാ സോളാർ പ്ലെക്സിൽ കേന്ദ്രീകരിക്കുക. ഈ ചക്രത്തിനുള്ളിൽ ഒരു സൂര്യഗോളത്തിലുള്ള മഞ്ഞ പ്രകാശവലയത്തിൻ്റെ ഷേഡിൽ ദർശിക്കുക. അതിൽ മഞ്ഞ ഇതളുകളോടുകൂടിയൊരു ഫാൻ ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങുന്നതായി സങ്കല്പിക്കുക. ഇവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തി കേന്ദ്രവും നിയന്ത്രണ രേഖയും. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കറുപ്പ് നിറമോ കറുത്ത പുള്ളികളോ കലകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് ദീർഘമായി ശ്വസിക്കുക. ഉച്ഛ്വസിക്കുമ്പോൾ ഇവയ്ക്ക് കാരണമായ ഭയാശങ്കകളും ആകുലതകളും ആത്മവിശ്വാസമില്ലായ്മയും ധൈര്യക്കുറവ്, മനഃശക്തിയില്ലായ്മ ഇവയെല്ലാം മാഞ്ഞു പോകുന്നതായി കാണുക. എന്നിട്ട് ഇപ്രകാരം മനസ്സിൽ പറയുക: എൻ്റെ എല്ലാ ഭയാശങ്കകളും ക്ലേശങ്ങളും ബദ്ധപ്പാടുകളും എൻ്റെ ഉള്ളിലെ സൗഖ്യദായക പ്രകാശത്തിലേക്ക് ലയിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് നല്ല ശക്തിയും ആത്മവിശ്വാസവും നിയന്ത്രണവുമുണ്ട്. വീണ്ടും ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയചക്രത്തിൽ കേന്ദ്രീകരിക്കുക. ഇവിടെ ഒരു നല്ല എമറാൾഡ് രത്നത്തിൽ നിന്നും പ്രതിഫലിക്കുന്ന പച്ച നിറത്തിലുള്ള പ്രകാശവലയം ദർശിക്കുക. അതിൽ ജേഡ് നിറമുള്ള ഇതളുകളോടുകൂടിയ ഒരു ഫാൻ ദർശിക്കുക. ആ ഫാൻ ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും കറങ്ങുന്നതായി സങ്കല്പിക്കുക. ഈ ഹൃദയചക്രമാണ് സ്നേഹവും ഊഷ്മളതയും സ്നേഹബന്ധങ്ങളും നിർണയിക്കുന്നത്. മനസ്സുകൊണ്ട് ഈ ചക്രത്തെ സമൂലം ശ്രദ്ധിക്കുക. ഈ ചക്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ബന്ധനങ്ങളിൽ നിന്നോ ഉള്ള ഭയത്താൽ ഉണ്ടായിട്ടുള്ള കറുപ്പ് നിറം വ്യാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും കാണപ്പെടുന്നുവെങ്കിൽ ഈ കറുപ്പ് നിറം നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ പ്രകാശത്തിലേക്ക് ലയിച്ചു ചേരുന്നതായി കാണുക. എന്നിട്ട് ഇപ്രകാരം മനസ്സിൽ പറയുക: സ്നേഹം നൽകുന്നതിലും സ്നേഹം സ്വീകരിക്കുന്നതിലും എന്തെങ്കിലും ഭയാശങ്കകളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആ ഭയാശങ്കകളെ മോചിപ്പിക്കുന്നു. എന്നിലെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ വിധ തടസ്സങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് എന്നിലെ സ്നേഹം ആസ്വദിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുക. എന്നിലെ സ്നേഹപ്രവാഹത്തെ ശക്തിപ്പെടുത്തുക. ഞാൻ സ്നേഹമാകുന്നു, സ്നേഹിക്കപ്പെടുന്നു, സ്നേഹം മാത്രമാകുന്നു, സ്നേഹം മാത്രം. അടുത്തതായി വീണ്ടും ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. നിങ്ങളുടെ തൊണ്ടയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കുക. അവിടെ ഒരു ഇളം നീല നിറത്തിലുള്ള, അതായത് അക്വാമറൈൻ്റെ ഒരു പ്രകാശവലയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി ദർശിക്കുക. ഇതാണ് നിങ്ങളുടെ കണ്ഠചക്രം. വിശ്വാസവും വികാരങ്ങളും സംസാരത്തിലൂടെയോ
എഴുത്തിലൂടെയോ ആശയവിനിമയം നടത്തുന്ന ഊർജ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ ഏതെങ്കിലും ഇരുണ്ട നിറമോ കറുത്ത പുള്ളികളോ കലകളോ മറ്റെന്തെങ്കിലും നിറവ്യത്യാസമോ കണ്ടാൽ നിങ്ങൾ സത്യം തുറന്നു പറയുവാൻ ധൈര്യമില്ലാത്തവരോ ശരിയായി ആശയവിനിമയം നടത്തുവാൻ കഴിവില്ലാത്തവരോ ആകാം. അങ്ങനെ സംഭവിക്കുന്നത് കണ്ഠചക്രത്തിലുള്ള ചില തടസ്സങ്ങൾ കൊണ്ടാവാം. അപ്രകാരം വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിൽ ഇപ്രകാരം ഉരുവിടുക: ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ എന്നിലെ നിത്യപ്രകാശത്തിലേക്ക് സമർപ്പിക്കുന്നു. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള എൻ്റെ ഭയത്തെ, ആശങ്കകളെ ഞാൻ ബഹിഷ്കരിക്കുന്നു. അതിനുശേഷം ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് ശക്തമായി മനസ്സിൽ പറയുക: എന്നിലെ ദൈവീക ബോധമാകുന്ന ദിവ്യപ്രകാശമേ, എന്നിലൂടെ പ്രവർത്തിച്ച് എൻ്റെ ആശയവിനിമയത്തെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരുടെയും നന്മയ്ക്കുതകുന്നത് മാത്രം പറയുവാനും പ്രവർത്തിക്കാനും അവതരിപ്പിക്കാനുമുള്ള എൻ്റെ കഴിവിനെ പരിപോഷിപ്പിക്കണമേ. സത്യം മാത്രം പറയുവാനും സത്യമാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുവാനും എന്നെ നയിക്കണമേ. സത്യം മാത്രം അറിയട്ടെ, സത്യം മാത്രം കേൾക്കട്ടെ, സത്യം മാത്രം സംസാരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ആന്തരാത്മാവ് സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നിരന്തരം പ്രകാശിക്കുന്നു. വീണ്ടും ആഴത്തിൽ അടുത്ത ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ രണ്ട് പുരികത്തിൻ്റെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കുക. കടും നീല നിറത്തിലുള്ള, അതായത് ഇന്ദ്രനീലത്തിൽ നിന്നുമുള്ള പ്രകാശം മിന്നി മിന്നി തെളിയുന്നതായി സങ്കല്പിക്കുക. ഒരു ചുഴി പോലെ. നല്ല വിഷ്വൽ കഴിവുള്ളവർക്ക് ഓവൽ ഷേപ്പിൽ നെറ്റിക്ക് സമാന്തരമായി പുരിക മധ്യത്തിൽ ഈ ആജ്ഞാചക്രം ദർശിക്കുവാനും കഴിയും. ഇടകലർന്ന വെളുപ്പും കടും നീല നിറത്തിലുള്ള പ്രകാശകിരണങ്ങളായിട്ട്. ഈ ആജ്ഞാചക്രത്തിലൂടെയാണ് നിങ്ങൾക്ക് ആത്മീയ ദർശനങ്ങൾ ലഭിക്കുന്നത്. സത്യാവസ്ഥ തിരിച്ചറിയുന്നതിനും ആത്മീയ സിദ്ധികളായ അതീന്ദ്രജ്ഞാനം ലഭിക്കുന്നതും ഈ ആജ്ഞാചക്രത്തിലൂടെയാണ്. ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ഇപ്രകാരം മനസ്സിൽ പറയുക: ഭാവിയെപ്പറ്റിയുള്ള എൻ്റെ ഉത്കണ്ഠകളെയും ഭയാശങ്കകളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രപഞ്ച സത്യങ്ങളെ അറിയുവാനുള്ള എൻ്റെ തടസ്സങ്ങളെ ഞാൻ അകറ്റി നിർത്തുന്നു. വീണ്ടും ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഇപ്രകാരം മനസ്സിൽ സ്ഥിരീകരിക്കുക: ഞാൻ തീർച്ചയായും സുരക്ഷിതനാണ്. ദുർവിചാരങ്ങൾക്കും യാതൊരു വിധത്തിലുമുള്ള ആകുലതകൾക്കും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. എൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും പരിപൂർണമായ സ്നേഹപ്രവാഹത്തിൻ്റെ ശക്തി ചൈതന്യമായി തീരട്ടെ, പ്രകാശമായി തീരട്ടെ. അടുത്ത ശ്വാസോച്ഛ്വാസം എടുക്കുക. എന്നിട്ട് നമ്മുടെ തലയുടെ മധ്യത്തിൽ സഹസ്രാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് നിങ്ങളുടെ സഹസ്രാര പത്മം അഥവാ മകുടചക്രം. ഈ ചക്രമാണ് നിങ്ങളുടെ ഉന്നതതല ബോധകേന്ദ്രവും വിശ്വജീവശക്തി പ്രവാഹത്തിൻ്റെ കവാടവും. ദൈവീക ചൈതന്യവും അവിടെ വയലറ്റ് പ്രകാശമായി അമേതിസ്റ്റിൻ്റെ നിറത്തിൽ വൃത്താകൃതിയിൽ ഫാനിൻ്റെ ദളങ്ങൾ പോലെ കറങ്ങുന്നതായി കാണുക. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇരുളോ കറുപ്പോ ചാരനിറമോ പുള്ളികളോ പാടുകളോ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. ആഴത്തിലൊരു ശ്വാസം എടുത്തുകൊണ്ട് ക്രൗൺ ചക്രത്തെ മനസ്സുകൊണ്ട് ശുദ്ധീകരിക്കുക. എന്നിട്ട് ഇപ്രകാരം പറയുക: ദൈവീക ബോധത്തിനും ജ്ഞാനത്തിനും എതിരായിട്ടുള്ള എല്ലാ ശക്തികളെയും ഞാൻ ബഹിഷ്കരിച്ച് എൻ്റെ ആത്മീയ അരൂപിയാകുന്ന പ്രകാശത്തിൽ ഞാൻ ലയിപ്പിക്കുന്നു. എൻ്റെ ആത്മം, ഈശ്വരൻ, മാലാഖമാർ, പ്രകാശത്തിൻ്റെ അരൂപികൾ മുതലായവരെ ശ്രദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ഭയാശങ്കകളെ ഞാൻ ബഹിഷ്കരിക്കുന്നു. വീണ്ടും ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്ത് ഇപ്രകാരം മനസ്സിലുരുവിടുക: എൻ്റെ ആത്മാവിൻ്റെ ആത്മനിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ഞാൻ തീർച്ചയായും സുരക്ഷിതനാണെന്ന് എനിക്കുറപ്പുണ്ട്. ഇത്തരത്തിലുള്ള ആന്തരിക നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഉയർന്ന മേഖലകളിലേക്ക് നയിക്കട്ടെ. അതുവഴി ഞാൻ സ്നേഹവും ശക്തിയും വിവേകവുമുള്ളൊരു വ്യക്തിയായി തീരട്ടെ. ഞാൻ ശ്രവിക്കുന്നു, വിശ്വസിക്കുന്നു. ലഭിക്കുന്ന സന്മാർഗ ദർശനങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.
തീർച്ചയായും വിശ്വസിക്കുന്നു. അവസാനം 3 പ്രാവശ്യം ആഴത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് സാവകാശം ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായും പ്രകാശിതമായി കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ ആത്മീയ ജ്ഞാനവും ശക്തിയും കഴിവുകളും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങൾക്ക് ഉന്മേഷവും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെ ദിവസവും ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നിരന്തരം നിങ്ങളുടെ ചക്രങ്ങൾ വിശുദ്ധിയും ചൈതന്യവും ബാലൻസും ഉള്ളതായി തീരും. ഉറപ്പ്. താങ്ക് യു.